ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കല്യാണി ഡൽഹിയിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ ആഘോഷങ്ങളും അവളെ യാത്രയാക്കേണ്ട ആ ഒരു സന്തോഷത്തിലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ഇവിടെ രാഹുൽ വിചാരിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ സന്തോഷിക്കുക, ആഘോഷിക്കുക, നീ തിരിച്ചു വരുമ്പോഴും ഇതുപോലെ നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ രാഹുലും തീരുമാനിക്കുകയാണ്. പക്ഷെ രാഹുലിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ആ ഒരു സംഭവം അവിടെ അരങ്ങേറുകയാണ്. അതായത് കല്യാണി ഡൽഹിയിലേക്ക് പോയതിനു ശേഷം അവിടേക്ക് താര വരികയാണ്. അപ്പൊ കല്യാണി അവിടെ ഇല്ലെന്നറിഞ്ഞത് കൊണ്ട് തന്നെ താര അവിടേക്ക് പോവാതെ നേരെ ശാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ശാരിയുടെ വീട്ടിലെത്തിയിട്ട് തന്റെ മകളെ ചോദിക്കുകയാണ് ശാരിയോടായിട്ട്. ശാരിക്ക് താരയെ കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു മനസ്സിലെ ഒരു അങ്കലാപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സരയുവിനെ കാണാതെ എത്രയും വേഗം ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്നാണ് ശാരിയുടെ ആ ഒരു വെപ്രാളത്തിലും നിൽക്കുകയാണ്. അപ്പോഴാണെങ്കിൽ മുകളിൽ നമ്മുടെ മനോഹർ ഉണ്ടായിരിക്കും. അങ്ങനെ ഇവിടെ നിന്റെ കുഞ്ഞൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് താര വാശി പിടിക്കുമ്പോൾ നീ പോയേ ഇവിടെ നിന്ന് പറഞ്ഞ് വീണ്ടും ശാരി അങ്ങനെ തർക്കിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ ഒരു ദുരന്തം സംഭവിക്കുന്നത്. പെട്ടെന്ന് താരയെ ഇങ്ങനെ തട്ടി മാറ്റുകയാണ്. മാറി നിൽക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെ തട്ടി മാറ്റുമ്പോൾ പെട്ടെന്ന് താര ചെന്ന് വീഴുന്നത് അവിടെ ഒരു തലയടിച്ച് വീഴുകയാണ്. ഒരു സാധനത്തിന്റെ ഒരു മുനവരി ഒരു സാധനത്തിന്റെ മേലാണ് വീഴുന്നത്. അപ്പോൾ തന്നെ അവിടെ വീഴുകയും ചെയ്യുകയാണ് താര. അപ്പോൾ ശാരിക്ക് ആകെ വെപ്രാളാവുകയാണ്. അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഈ ഒരു കാഴ്ച കണ്ട് അവിടേക്ക് മനോഹർ എത്തുന്നത്. മനോഹർ ശാരിയോട് ചോദിക്കുകയാണ്, എന്താ അമ്മയെ പറ്റിയതെന്ന് ചോദിക്കുമ്പോഴും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി നിന്ന് പൊട്ടിക്കരയുകയാണ് ശാരി. അപ്പോൾ നടന്ന സംഭവങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെന്ന് മനോഹർ അവൾക്ക് താരയ്ക്ക് ശ്വാസമുണ്ടോ എന്നിങ്ങനെ മൂക്കിലിങ്ങനെ കൈവച്ച് നോക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാകുന്നത്. താര മരണപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ താരയുടെ മരണം ശാരിക്ക് അത് ഉൾക്കൊള്ളാനാവുന്നതിലപ്പുറമാണ്. അത് വല്ലാത്തൊരു പേടിയോട് കൂടി നിൽക്കുകയാണ്. ഒരു കയ്യബദ്ധമാണ് ശരിക്കും ശാരിക്ക് സംഭവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനോഹറിന് അതൊരു സന്തോഷമായി മാറുന്നുണ്ട്. കാരണം മനോഹർ പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പറ്റിയുള്ള സത്യങ്ങൾ ശാരി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആയുധം വെച്ചിട്ട് ശാരിക്ക് തിരിച്ചടിക്കാം എന്ന് തന്നെ മനോഹർ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയൊരു വാള് തന്നെയാണ് സ്വയം വെട്ടാനുള്ള, അതായത് തന്നെ വെട്ടാനുള്ള വാള് ശാരി തന്നെ മനോഹറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ മനോഹറിന് പകരം ഒരുപക്ഷെ അവിടെ രാഹുലാണ് ഉണ്ടായിരുന്നെങ്കിൽ, രാഹുലാണ് ഈ ഒരു അവസ്ഥ കണ്ടിരുന്നെങ്കിൽ തന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേനെ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പുറത്തറിയാതെ അവളെ രക്ഷപ്പെടുത്തിയേനെ. അങ്ങനെ തന്നെ എന്തായാലും തന്റെ മകൻ തന്റെ മരുമകൻ സംരക്ഷിക്കും, തന്നെ എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നൊക്കെയുള്ള ഒരു വിചാരത്തിൽ അങ്ങനെ ശാരി ഇരിക്കുമ്പോൾ അങ്ങനെ അതൊന്നും സംഭവിക്കാതെ അറിയുന്ന രഹസ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും താരയുടെ ആ ഒരു ബോഡി ആരും അറിയാതെ മറവൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അറിയുന്നത് നമ്മുടെ മനോഹറിനെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങളാണ്. മനോഹർ ലോകം മുഴുവനും പെണ്ണുകെട്ടി നടക്കുന്ന ഒരു ദുഷ്ടനായ ആളാണെന്നൊക്കെ ശാരി അറിയുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അത് സരയുവിനോട് പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ രാഹുലിനെ ഇപ്പോൾ എങ്ങനെയാണോ മനോഹർ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശാരിയെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് മനോഹർ. അങ്ങനെ തൻ്റെ ജീവിതം സേഫാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹർ. പക്ഷെ ഒരു നാൾ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരും. തൻ്റെ അമ്മയാണ് താര എന്നും തൻ്റെ അമ്മയെ കൊന്നത് ശാരിയാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ സരയും അറിയുന്നുണ്ട്. സരയുവിനും വളരെ വിഷമാവാണ്. എന്തായാലും സരയു ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ശാരിയോട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണി ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കല്യാണിയും കിരണും കുഞ്ഞൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് കഴിയാൻ പോകുന്നത്. അതിനൊക്കെ തന്നെയാണല്ലോ രൂപ കൂടെ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച്, രാഹുലിന്റെ കൂടെ താനുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് ഇടയിൽ നിന്ന് കളിക്കുന്നതും. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും രാഹുലിന്റെയും ശാരിയുടെയും സരയുടെയൊക്കെ ജീവിതം തകർന്ന് പാതാളത്തോളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊന്നും അവർ സ്വയം അറിയുന്ന പോലുമില്ല. പിന്നെ നമ്മുടെ രാഹുലിനെ ചതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രൂപ. അതേ സമയത്ത് ഇപ്പോൾ സരയുവിനെ ചതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്
മനോഹർ. ഇപ്പൊ തന്നെയല്ല, എല്ലാ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയാണ് ശാരിയും. അങ്ങനെ അവര് എല്ലാ തരത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല. എന്തായാലും മറ്റേ മേഘനയുടെ ഭർത്താവിനെ കൊന്നത് രാഹുലാണെന്ന സത്യവും താരയെ കൊന്നത് ശാരിയാണെന്ന സത്യവും ഒരു നാൾ പുറത്തു വരും. അങ്ങനെ 2 പേരും ജയിലിലേക്ക് തന്നെയാണ് പിന്നീടുള്ള അവരുടെ യാത്ര. കാരണം ജയിലിലായിരിക്കും പിന്നെ അവർ ജീവിക്കേണ്ടി വരികയാ. അതുപോലെ തന്നെ മനോഹർ സരയുവിനെ ഇട്ടു പോകും. സരയു ആണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു ദുരന്താവസ്ഥയിൽ തന്നെയായിരിക്കും സരയുവിനെ സംരക്ഷിക്കാൻ ദുഷ്ടനെന്ന് കരുതിയിരിക്കുന്ന കിരണും അതുപോലെ ആന്റിയും ചന്ദ്രസേനനൊക്കെ തന്നെയായിരിക്കും, കല്യാണിയൊക്കെ ആയിരിക്കും ആ സമയത്ത് സരയുവിന് കൂട്ടായിട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.